നിൽക്കുന്നത് ഭയങ്കര സന്തോഷമായിട്ടൊരു കാര്യമാണ്. കാരണം നമുക്കൊക്കെ എന്താ പറയാ, ഒരു സ്കൂള് നടത്താനും ഒരു പ്രൊജക്ട് ചെയ്യാനും അതും എസ്പെഷ്യലി ഒരു ഗവൺമെന്റിന്റെ കൂടെ ഒരു പ്രൊജക്ട് ചെയ്യാനും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സന്തോഷമായ ഒരു കാര്യമാണ്. ബിക്കോസ് വി ആർ ഓൾ ഇൻഡിവിജ്വൽസിനെക്കാട്ടിലും വി ആർ ഓൾ സോഷ്യൽ ബീയിങ്സ്. Now what we have done at Genius International School is we have embraced a model that aligns perfectly with the grand vision of NEP. And we are very proud of saying that we are one of the very few schools across the country that imbibe that vision and guidelines and curriculum of NEP in both letter and spirit. I am very confident that at the end of this program, at the end of this year, we will look at expanding this to many more schools, to many more students in Wayanad. And my goal is 3 years from now, I want Wayanad to be a role model in education for the rest of the country. I really thank Genius International School team for taking up these projects, for considering our MRS students, to guide them, to teach them, to expose them to the better outcomes. And we wish best of luck for our students also, for the next year we can take all the MRSs, more students. This time only 8 standard students are coming, so we'll hope that next time we can extend it to 8 to 10. We'll see. Thank you so much. ഞാൻ നാളെ നിങ്ങൾ എന്താ പഠിക്കാൻ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, അതെന്താണ് എന്നൊക്കെ എനിക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്ന കുട്ടികളാണ്. അതുകൊണ്ട് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് ഈ പ്രോഗ്രാം വളരെ നല്ല റിസൾട്ട് കൊണ്ടുവരുന്നുള്ളത്. ഇവിടെ ആകെ ബ്രിഡ്ജ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഗ്യാപ്പ്, ജീനിയസ് സ്കൂളിന്റെ ഭാരവാഹികളായാലും ഉദ്ദേശിക്കുന്ന ഗ്യാപ്പ് എന്ന് പറയുന്നത് എക്സ്പോഷറിലുള്ള ഗ്യാപ്പാണ്. അതായത് പഠിക്കാൻ എല്ലാ കുട്ടികളും ഒരുപോലെ മിടുക്കരാണ്. ചില കാര്യങ്ങൾ ചില ആൾക്കാർ ചില കാര്യത്തിലാണ് നല്ലത്, ചിലവര് ചിലപ്പോൾ ലാംഗ്വേജിലായിരിക്കും നല്ലത്, ചിലവർ മാത്സിലായിരിക്കും നല്ലത്. പക്ഷെ ഇതിൽ തമ്മിൽ വ്യത്യാസം വരുന്നത് എവിടെയാണ്? നമ്മൾ എന്താ കണ്ടിട്ടുള്ളത്, നമ്മൾ എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള എന്ത് റിസോഴ്സസ് ആണ്. അതുപോലെ ഞാൻ പറയുന്ന കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇപ്പോൾ റോബോട്ടിക്സ് നിങ്ങൾ സ്കൂളിൽ യൂസ് ചെയ്ത് കാണത്തില്ല, അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ആ ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാന്നുള്ളതാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. വയനാട് ഒരു കാര്യത്തിലും ഏത് കാര്യത്തിലും പുറകിലല്ല എന്ന് നമ്മൾ അത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളും ഒരു കാര്യത്തിലും പുറകിലല്ല. സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ വളരെ ആകാംക്ഷയോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കുറേ ദിവസങ്ങളായിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പ്രോഗ്രാം എന്നാണ്. ഇന്ന് തന്നെ അവർ നേരത്തെ റെഡിയായി സന്തോഷത്തോടു കൂടി ബാക്കിയുള്ള കുട്ടികൾ ഞങ്ങൾ വരട്ടെ എന്ന് ചോദിക്കുന്നത് ഇവർക്ക് മാത്രമുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിൽ അവർ അതീവ ദുഃഖിതരാണ് മറ്റുള്ള ക്ലാസ്സുകാർ. ഏതായാലും വളരെ സന്തോഷം ഈ ഒരു പ്രോഗ്രാമിന് ഇവിടെ എത്തിച്ചേർന്നതിലും കുട്ടികളെ പങ്കെടുപ്പിച്ചതിലും. വളരെ നല്ലൊരു പ്രോഗ്രാമാണ് ഞങ്ങൾ കുട്ടികൾക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. വളരെ സന്തോഷമാണ്. കുട്ടികൾക്കൊരു നല്ലൊരു എക്സ്പോഷർ കൂടിയാണ്. കാരണം അവർക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ, അവർക്ക് ചെയ്യാൻ ക്രിയേറ്റിവിറ്റി ഇല്ലാത്തതുകൊണ്ടല്ല, അവർക്ക് കിട്ടാത്ത കുറേ സാധനങ്ങൾ അല്ലെങ്കിൽ കുറേ ഐഡിയാസ് ഇവിടുന്ന് അവർക്ക് കിട്ടുന്നതായിരിക്കും. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഞങ്ങൾ മൊത്തം ക്ലാസ്സോ അവരെ സ്ഥാപനത്തിന് മൊത്തം ക്ലാസ് റൂമുകളും AI ക്ലാസ് റൂമുകളും അല്ലാതെ സ്മാർട്ട് ക്ലാസ് റൂമും ഒക്കെ ഞങ്ങൾ സന്ദർശിച്ചതാണ് കഴിഞ്ഞ ചുവന്ന അസിസ്റ്റന്റ് കളക്ടർ കൂടെ. അപ്പോൾ എല്ലാം കണ്ട് നല്ല ഒരു സാറ്റിസ്ഫൈഡ് ആണ്. കുട്ടികൾക്ക് നല്ല ഒരു ക്ലാസ് ഇവിടുന്ന് ലഭിക്കും. ഇന്നലെ വൈകുന്നേരം വരെ എൻ്റെ മക്കളുടെ എണ്ണം 535 ഇന്ന് രാവിലെ അത് 570. വേദിയിലിരിക്കുന്ന അസിസ്റ്റന്റ് കളക്ടേഴ്സ്, മറ്റുള്ള ഒഫീഷ്യൽസ് എല്ലാവരോടും ആസ് എ പ്രിൻസിപ്പൽ, ഒരു പ്രിൻസിപ്പൽ എന്ന നിലയ്ക്കും 8ാം ക്ലാസ്സിൽ ഒരു മോൾ എനിക്കുണ്ട്. അപ്പോൾ ഒരു അച്ഛൻ എന്ന നിലയ്ക്കും ഇവരുടെ എല്ലാ ഉത്തരവാദിത്വങ്ങളും, ഇവർ ശനിയാഴ്ചയിൽ വരുന്ന എല്ലാ ഉത്തരവാദിത്വം ഞാൻ ഏറ്റുള്ളതാണെന്ന് ഞാൻ പറയുന്നു.